Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ചോദ്യങ്ങളും ഉത്തരങ്ങളും പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനാണത്. അപ്പോൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കണം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ഗെറ്റ് മോർ ഈൽഡ്? നല്ല വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ, ഫെർട്ടൈൽ സോയിൽ, അതായത് വളക്കൂറുള്ള മണ്ണ്. പിന്നെ സ്യൂട്ടബിൾ പ്ലേസ്, നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം. മൂന്നാമത്തെ, ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ. ക്വാളിറ്റി സീഡ്സ്, ഗുണമേന്മയുള്ള വിത്ത്. പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. പെസ്റ്റ് കൺട്രോൾ, കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുക. പ്രോപ്പർ വാട്ടറിംഗ് ആൻഡ് മാനുവറിംഗ്, ആവശ്യാനുസരണം നനയ്ക്കുകയും വളമിട്ട് കൊടുക്കുകയും ചെയ്യണം. വീഡ് കൺട്രോൾ, കളകളെ നിയന്ത്രിക്കുക. ഇവയാണ് നല്ല വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതായത് നല്ല വിളവ് ലഭിക്കാൻ ഇവയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്? അതായത് വിത്ത് ശേഖരിക്കുന്നതിനുള്ള സസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഗുണങ്ങൾ അടങ്ങിയ സസ്യത്തിൻ്റെ വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഗുണങ്ങൾ മൂന്നെണ്ണം ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ, പ്ലാന്റ്സ് വിത്ത് ഹൈ ഈൽഡ്, നല്ല കായ്ഫലമുള്ള സസ്യം തിരഞ്ഞെടുക്കുക. ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്, അതായത് രോഗബാധയില്ലാത്ത സസ്യം തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ, ഫ്രൂട്ട് ഫോംഡ് ഇൻ ദ മിഡ് സ്പാൻ, അതായത് മധ്യകാല ഫലങ്ങൾ. മധ്യകാലത്തിലെ ഫലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം മൂന്നെണ്ണം ഏതൊക്കെയാണ്? നല്ല കായ്ഫലമുള്ള സസ്യം തിരഞ്ഞെടുക്കുക, രോഗബാധയില്ലാത്ത സസ്യം തിരഞ്ഞെടുക്കുക, അതുപോലെ മധ്യകാല ഫലങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ചുറ്റുപാടും കുറേ സസ്യങ്ങളുണ്ട് ഇല്ലേ? അവയുടെ വിത്തുകളൊക്കെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പൊ വെണ്ട, പയറ്, അവയുടെയൊക്കെ വിത്തുകൾ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? അവരുടെ വിത്തുകളൊക്കെ വലുതാണ് അല്ലേ? അപ്പൊ ഈ വലിയ വിത്തുകളിൽ എങ്ങനെ തിരഞ്ഞെടുക്കാം? നമുക്ക് അതിൽ നല്ല വിത്തുകൾ ഏതാണെന്ന് കണ്ടാൽ മനസ്സിലാവും ഇല്ലേ? അതിൽ കേടുള്ളതാണോ പൊട്ടയാണോ നല്ലതുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വെണ്ട, പയറ് സാധനങ്ങളുടെയൊക്കെ. എന്നാൽ അതിനേക്കാളും ചെറിയ വിത്തുകളുള്ള സസ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെയാ? തക്കാളി, അതുപോലെ വഴുതനങ്ങ. ഇവിടെയൊക്കെ വിത്തുകൾ വളരെ കുഞ്ഞാണ് അല്ലേ? ചെറുതാണ്. ഇവരുടെയൊക്കെ വിത്തുകൾ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? നല്ലതാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ അവയുടെ വിത്തുകൾ എടുത്തിട്ട് നല്ലൊരു സ്ഥലത്ത് പാകി മുളപ്പിച്ചിട്ട് അതിലത്തെ നല്ല തൈകൾ, മികച്ച തൈകൾ മാറ്റി പറിച്ച് വേറൊരു സ്ഥലത്ത് നടും ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ അവയുടെ വിത്തുകളൊക്കെ നല്ലതാണോ പൊട്ടയാണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഇങ്ങനെ തൈകൾ പറിച്ച് നടുന്നവയ്ക്കും അല്ലാത്തവയ്ക്കും ഉദാഹരണങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അതാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീഡ്ലിങ്സ് ട്രാൻസ്പ്ലാന്റഡും നോട്ട് ട്രാൻസ്പ്ലാന്റഡും. സീഡ്ലിങ്സ് ട്രാൻസ്പ്ലാന്റഡിന് ഉദാഹരണങ്ങളാണ്, അതായത് തൈകൾ പറിച്ചു നടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് ടൊമാറ്റോ, തക്കാളി, ബ്രിഞ്ചാൾ, വഴുതനങ്ങ, പാഡി, നെല്ല്.
അതുപോലെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, ഇവയ്ക്കൊക്കെ. ഇനിയും ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. അതുപോലെ നോട്ട് ട്രാൻസ്പ്ലാന്റഡിന് ഉദാഹരണങ്ങളാണ്. അതായത് തൈകൾ പറിച്ചു നടേണ്ട ആവശ്യമില്ല, അത് കുറച്ചും കൂടി വലിയ വിത്തുകളാണ് അല്ലേ. അവയ്ക്കൊക്കെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ലേഡീസ് ഫിംഗർ, പീ, ബിറ്റർ ഗാർഡ്, കുക്കുംബർ. അതായത് ഏതൊക്കെയാണ്? വെണ്ടയ്ക്ക, പാവയ്ക്ക, പയറ്, കുക്കുംബർ എന്നിവയൊക്കെ. അപ്പോൾ 2 തരത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കി. What are the classification on the formation of plants? There are 2 processes for the formation of plants. First one, sexual reproduction, and second one, vegetative propagation. 2 തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളാണ് ചെടികൾ ഉണ്ടാവുന്നത്. 2 തരം പ്രത്യുൽപാദന രീതികൾ കൊണ്ടാണ് ചെടികൾ ഉണ്ടാവുന്നത്. ആദ്യത്തെ ലൈംഗിക പ്രത്യുൽപാദനം, രണ്ടാമത്തെ കായിക പ്രജനനം. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഉദാഹരണങ്ങളാണ് ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പാഡി, ഗ്രീൻ ചില്ലി, കുക്കുംബർ, പീ. ഇതൊക്കെ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ്. എന്നാൽ എന്താണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എല്ലാവരും എഴുതുക. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഗീവ് സം എക്സാമ്പിൾസ്. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഉദാഹരണങ്ങളാണ് റോസ്, ഹൈബിസ്കസ്, ടാപ്പിയോക്ക, കറി ലീവ്സ്, ഡ്രംസ്റ്റിക് എക്സെട്ര. അതായത് സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന് ഉദാഹരണങ്ങളാണ് റോസിന്റെ തണ്ട്, അതുപോലെ ചെമ്പരത്തി, ടാപ്പിയോക്ക, കറി ലീവ്സ്, ഡ്രംസ്റ്റിക്. ഇവയുടെയൊക്കെ തണ്ട് വെച്ചിട്ടാണ്, സ്റ്റെം വെച്ചിട്ടാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത്. നമ്മൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇത് 2 പട്ടികകളായിട്ട് തിരിച്ച് അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ വേർതിരിച്ചിട്ട് ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ഹെഡിങ് കൊടുക്കുക. 2 കള്ളികളായിട്ട് തിരിച്ചിട്ട് ഒരെണ്ണത്തിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഉദാഹരണങ്ങളും ഒരെണ്ണം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഉദാഹരണങ്ങളും കൊടുത്ത് എഴുതുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈംഗിക പ്രത്യുൽപാദനത്തിൻ്റെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കായിക പ്രജനനത്തിൻ്റെയും 2 ഉദാഹരണങ്ങൾ എഴുതി കള്ളികൾ തിരിക്കുക. ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഉദാഹരണങ്ങൾ പറയാം. ടൊമാറ്റോ, കുക്കുംബർ, ബ്രിഞ്ചാൾ, പാഡി, ഗ്രീൻ ചില്ലി. അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉദാഹരണങ്ങളാണ് റോസ്, ഹൈബിസ്കസ്, ടാപ്പിയോക്ക, കറി ലീവ്സ്, ഡ്രംസ്റ്റിക്. അടുത്തത് വരുന്നത് വാട്ട് ഈസ് ദ മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് പ്ലാന്റ് ഹാവിംഗ് ഓൾ ക്വാളിറ്റീസ് ഓഫ് പാരന്റ് വൺ. അതായത് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളൊരു പുതിയ ചെടി ഉണ്ടാവുന്നത്, അത് ഉൽപ്പാദിപ്പിക്കുന്നത് പല രീതികൾ കൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതിൽ ആദ്യത്തെ രീതി നമുക്ക് നോക്കാം. ആദ്യത്തെ രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. ലെയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് എ ബ്രാഞ്ച് ഓഫ് പ്ലാന്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. ദ ബ്രാഞ്ച് മസ്റ്റ് ബി എ പെൻസിൽ തിക്ക്. പീൽ ഓഫ് 1 centimeter of bark from the circular shape. അതായത് തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കമ്പ് തിരഞ്ഞെടുക്കുക, നല്ലൊരു കമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പിന് പെൻസിൽ വണ്ണമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. പെൻസിൽ വണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുമുള്ള കൊമ്പുകളാണ് ഉത്തമം. മെയിൻ ബ്രാഞ്ചിൽ നിന്നുള്ള
കമ്പാണ് നല്ലത്. കൊമ്പിൽ 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. പീൽ ഓഫ് 1 സെന്റിമീറ്റർ ഓഫ് ബാർക്ക് ഫ്രം ദ സർക്കുലർ ഷേപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. ചിത്രം നോക്കുക. നിങ്ങൾ ആദ്യം നല്ല മെയിൻ ബ്രാഞ്ചിലത്തെ ഒരു നല്ല സ്റ്റെം എടുക്കുക. അതിനൊരു പെൻസിൽ തിക്കും എങ്കിലും വേണം, അതായത് ഒരു പെൻസിലിന്റെ വണ്ണമെങ്കിലും വേണം ആ ബ്രാഞ്ചിന്. എന്നിട്ട് 1 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ അതിന്റെ തൊലി ചെത്തി മാറ്റുക. അടുത്ത സ്റ്റെപ്പ്, cover the peeled off part with a slightly moistened mixture of coconut fiber, soil and sawdust. തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറ്, മണ്ണ്, മരപ്പൊടി എന്നിവയുടെ മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. അപ്പൊ എന്തിന്റെയൊക്കെ മിശ്രിതമാണ്, എന്തിന്റെയൊക്കെ മിക്സ്ചറാണ് നമ്മൾ ആ ചെത്തി കളഞ്ഞ ഭാഗത്ത്, ചെത്തി മാറ്റിയ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യേണ്ടത്? കോക്കനട്ട് ഫൈബർ, ചകിരിച്ചോറ്, സോയില്, മണ്ണ്, പിന്നെ സോഡസ്റ്റ്, മരപ്പൊടി, ഇവയുടെ ഒക്കെ മിക്സ്ചറാണ് ചെറിയ നനവോടെ നമ്മൾ അതിൽ വെച്ച് കെട്ടേണ്ടത്. കവർ ഇറ്റ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. എന്താ കവർ ഇറ്റ് വിത്ത് പോളിത്തീൻ ഷീറ്റ്? പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് ടൈൻ. അതായത് രണ്ടറ്റത്തും, ഈ പൊതിഞ്ഞതിന്റെ രണ്ടറ്റത്തും, നമ്മൾ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞില്ല, അതിന്റെ രണ്ടറ്റത്തും ചാക്ക് നൂല് കൊണ്ട് കെട്ടുക. വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീറ്റെയിൻ മോയ്സ്ചർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ നനവോട് കൂടിയിട്ടാണ് ഈ മിശ്രിതം നമ്മൾ വെച്ച് കെട്ടിയത്. അത് ആ നനവ് വിടാതിരിക്കാൻ ചെറുതായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വെച്ച് കെട്ടിയിട്ടുള്ളത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് വെച്ച് കെട്ടി, രണ്ട് സൈഡിലും ചാക്കുനൂല് കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടു. അടുത്ത സ്റ്റെപ്പ്, ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് വിത്തിൻ 2 months. Cut the branch and plant it in a pot till it is ready to be transplanted in the soil. അതായത് 2 മാസത്തിനകം ധാരാളം വേരുകൾ വന്നിട്ടുണ്ടാവും ഇതില്. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാനാകുന്നത് വരെ ചട്ടിയിൽ സംരക്ഷിക്കാം. അത് നമ്മൾ കൊമ്പ് മുറിച്ചെടുത്തിട്ട് ചട്ടിയിൽ വെക്കുക. എന്നിട്ട് അത് നടാൻ പാകാവുന്നത് വരെ അത് ചട്ടിയിൽ തന്നെ സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. Layering is also done on branches that grow close to the soil by bending the middle of the branch into the soil. അതായത് മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് തന്നെ വളച്ചും വെച്ചും പതിവെക്കാറുണ്ട്. ലെയറിങ് ചിത്രം നോക്കിക്കേ, അതില് മണ്ണിനോട് ചേർന്ന് വളഞ്ഞിരിക്കുന്ന ഈ കൊമ്പുകള് മണ്ണിലേക്ക് വളച്ചു വെച്ചും നമ്മൾ പതിവെക്കാറുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലെയറിങ്ങുമായിട്ട്, അതായത് പതിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇനി താഴെ കൊടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദിസ് വേ. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. പ്ലാന്റ്സ് ഫോംഡ് ഫ്രം layering do not have as much lifespan as plants formed from seed germination. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പം
കുറവായിരിക്കും. അതായത് they will be smaller size too. They have qualities of parent plant. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടായിരിക്കും. If layering is done on diseased plants, new plantlets will be also infected. അതായത് നമ്മൾ ലെയറിങ് ചെയ്യുന്നത് രോഗബാധ ഏറ്റിട്ടുള്ള ചെടികളിലാണെങ്കിൽ പുതിയ ചെടികൾക്കും രോഗമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഉണ്ടാകുക തന്നെ ചെയ്യും. അടുത്തത് flowering and fruiting of such plants are faster than those in plants formed from seeds. അതായത് വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളെക്കാൾ വളരെ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡില് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നടക്കുമെന്നാണ് പറയുന്നത് ലെയറിങ് വെച്ച് ചെയ്യുമ്പോൾ. അടുത്തത് through this method we can produce more saplings within a short period. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. Layered plants do not possess the taproot system. തായ് വേരുപടലം ഉണ്ടായിരിക്കുകയില്ല. They require more care. കൂടുതൽ പരിചരണം ആവശ്യമായി വരും. നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടു, പതിവെക്കലുമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ നമ്മൾക്ക് കണ്ടു, ശ്രദ്ധിച്ചു. ഇനി ഇവയില് ഈ വിവരങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പതിവെക്കൽ വഴി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ചെടികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ലെയറിങ് കണ്ടു. അതില് മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണ് ലെയറിങ്ങിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ കൊടുത്ത വിവരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തൊക്കെയാണ് മെറിറ്റ്സ്, എന്തൊക്കെയാണ് ഗുണങ്ങൾ, പതിവെക്കലിന്റെ ഗുണങ്ങൾ, അതായത് ലെയറിങ്ങിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്. മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദിസ് വേ. നമുക്ക് കുറേയധികം മിക്ക പ്ലാന്റ്സുകളും നമുക്ക് ഈ പതിവെക്കലിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കണ്ടതാണ്. They have qualities of the parent plant. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. Flowering and fruiting of such plants are faster than those in plants formed from seeds. അതായത് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ വളരെ വേഗത്തിൽ നടക്കും. Through this period we can produce more saplings within the short period. അതായത് ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കൂടുതൽ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി അതിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ദോഷങ്ങൾ, ലെയറിങ്ങിന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ പതിവെക്കലിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ഫോംഡ് ഫ്രം layering do not have as much lifespan as plants formed from seed germination. അതായത് വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാവുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെന്താ, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, they will be smaller size too. അവയ്ക്ക് വലിപ്പം കുറവായിരിക്കും. If layering is done on diseased plants, new plantlets also be infected. അതായത് ലെയറിങ് വെച്ചിട്ടുണ്ടാവുന്ന, അത് ഡിസീസ്ഡ് പ്ലാന്റ്സിലാണ് നമ്മൾ ലെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ പ്ലാന്റ്ലെറ്റ്സിലും ഇൻഫെക്റ്റഡ് ആയിരിക്കും. അവരെ ഡിസീസുള്ള പ്ലാന്റ്സ് ആയിരിക്കും, രോഗബാധയുള്ള സസ്യമായിരിക്കും ഉണ്ടാവുന്ന സസ്യം. അതായത് മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതുണ്ടായിരിക്കും നമ്മൾ മെറിറ്റ്സിൽ പറഞ്ഞില്ലേ. അതായത് ഡിസീസ്ഡ് പ്ലാന്റ്സ് ആണെങ്കിൽ ഡിസീസ്ഡ് പ്ലാന്റ്ലെറ്റ്സ് ആയിരിക്കും, ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഡിസീസ്ഡ് ആയിരിക്കും, അതിൽ രോഗബാധയേറ്റ പ്ലാന്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നല്ല വിളവ് ലഭിക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണം, അതുപോലെ തന്നെ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ, അതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ച് തൈച്ചെടികൾ നടുന്നതും അല്ലാതെ നോട്ട് ട്രാൻസ്പ്ലാന്റഡ്, നമ്മൾ തൈച്ചെടികൾ പറിച്ചു നടാത്തതുമായ ഇതിന്റെ ഉദാഹരണങ്ങൾ കണ്ടു. 2 തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളുണ്ടെന്ന് കണ്ടു. സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അവയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടു. പിന്നെ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി പുതിയ ചെടി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന്
നമ്മളൊരു മാർഗത്തിലൂടെ കണ്ടു. ഏതാണ് ആ മാർഗം? പതിവയ്ക്കൽ അഥവാ ലെയറിങ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടു. അവ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പിന്നെ ഡീമെറിറ്റ്സും മെറിറ്റ്സും, ലെയറിങ്ങിൻ്റെ അല്ലെങ്കിൽ പതിവയ്ക്കലിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും കണ്ടു. ഇവയെല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.